എന്റെ നിമിത്തം. ചിലപ്പോൾ അത് പറയും, അങ്ങനെയല്ല ബ്രദറെ, 100 മടങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. 100 മടങ്ങ്. എന്ത് 100 മടങ്ങ്? എന്റെ നിമിത്തം അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ നിലങ്ങളെയോ, ലൂക്കോസിലെയും മത്തായിയുടെയും ഒരുമിച്ച് ഞാൻ ചേർത്ത് പറയാണ്, വിറ്റാൽ അവർക്ക് ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് ഞാൻ വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എന്തൊക്കെയാണ് വിട്ടത്? അപ്പന്, അമ്മ, സഹോദരൻ, സഹോദരി, നിലങ്ങൾ, ഓക്കെ, വീട്. ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. അപ്പന്, അമ്മ, സഹോദരൻ, സഹോദരി, നിലങ്ങൾ, വീട്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നീ വിശ്വാസത്തിന്റെ പേരിൽ ഒരപ്പനെ വിട്ടാൽ നിനക്ക് 100 കണക്കിന് അപ്പന്മാര് കിട്ടും. വിശ്വാസത്തിന്റെ പേരിൽ ഒരമ്മയെ വിടേണ്ടി വന്നാൽ അപ്പൻ പറയാണ്, നീ എന്റെ മോനല്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ പറയും, മോനെ നീ എന്റെ മോനാടാ, നീ കേറി വാ. 100 എടുത്ത് പറയാൻ ആള് കാണും. വിശ്വാസത്തിന്റെ പേരിൽ നിന്റെ അമ്മ, നീ എന്റെ മകനല്ല, നീ എന്റെ വയറ്റിൽ പിറന്നവനല്ല, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ 100 എടുത്ത് 100 അമ്മമാര് പറയും, മോനെ നീ എന്റെ വയറ്റിൽ പിറന്നില്ലെന്നുള്ളതേ ഉള്ളൂ, നീ എന്റെ മോനാടാ എന്ന് പറയും. എനിക്കിങ്ങനൊരു സഹോദരനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സഹോദരന്മാര് പറയും, എന്താ 100 പേര് പറയും, യു ആർ മൈ ബ്രദർ, യു ആർ മൈ സിസ്റ്റർ. വീട്ടിൽ നിലക്ക് വിട്ടു 100 വീട് പറയും, മോനെ അത് വിഷമിക്കണ്ട, ഇവിടെ വാ, ഇവിടെ വന്ന് താമസിക്ക എന്ന് പറഞ്ഞ് 100 വീട്ടില് നമ്മളെ കയറ്റിക്കൊണ്ടുവരും. പിന്നെ ആകെപ്പാടെ വസ്തുവിന്റെ ഒരു കാര്യവും അവിടെ പറഞ്ഞിരിക്കുന്ന, ബാക്കി ഒരു കാര്യവും എന്താ ഈ പറയുന്ന ഭൗമിക കാര്യങ്ങളല്ല അവിടെ പറയുന്നത്, സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമുക്ക് ഈ 100 മടങ്ങെന്ന് അതേ കേൾക്കത്തുള്ളൂ, ബാക്കിയൊന്നും കേൾക്കത്തില്ല. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എല്ലാവരും കർത്താവേ ഞാൻ കൊടുത്തതിന്റെ 100 മടങ്ങ് എനിക്ക് തരണമേ. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ എനിക്ക് 100 കണക്കിന് അപ്പന്മാരെ, 100 കണക്കിന് അമ്മമാരെ, 100 കണക്കിന് സഹോദരന്മാരെ, 100 കണക്കിന് സഹോദരിമാരെ തരണമേ കർത്താവേ എന്ന് ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഉള്ളോ? വാക്യം വായിച്ചിട്ട് അത് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് അനേക അമ്മമാരെ വേണം, എനിക്ക് അനേക അപ്പന്മാരെ വേണം. അത് വേണ്ട. എന്നാ അത് ബാധ്യതയാകും. കാശ് മാത്രം മതി. മനസ്സിൽ കാശുള്ളവര് എല്ലാം ഇങ്ങനെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മുടെ മനോഭാവവും മനസ്സുമൊക്കെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ലേ? വാഗ്ദത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. വാഗ്ദത്തം വരാൻ പോകുന്ന, ഞാൻ അതിനെക്കുറിച്ച് പറയാം സമയം അനുസരിച്ച്. നോക്കുക, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, അതാണ് ആ നിത്യതയുടെ ഒരു കാഴ്ച. നിത്യതയുടെ ഒരു കാഴ്ച കണ്ടാൽ മാത്രമേ നമുക്ക് ഭൗതിക മോഹങ്ങളിൽ നിന്നുള്ളൊരു വലിയ വിടുതൽ കിട്ടുകയുള്ളൂ. എന്നാൽ എന്താണ് റിയലി ഡിവൈൻ പ്രോമിസസ്? പല പ്രോമിസസ് ഉണ്ട്, എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രം, ഒത്തിരി പ്രോമിസസ് ഉണ്ട്, എന്നാൽ അവന്റെ പ്രോമിസസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലുതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ ഡിവൈൻ പ്രസൻസ് ആണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് മാത്യു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. അവിടെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ വായിക്കുന്ന വാക്യം എന്താണ്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രോമിസ്. The biggest promise God has given us is His presence. നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അതിനെല്ലാം അപ്പുറത്തുള്ളത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. നമ്മളെ ഒരു ദൗത്യം ഫലമേൽപ്പിച്ചാൽ ദൗത്യം പോയി ചെയ്തേച്ചു വാടാന്ന് പറഞ്ഞു വിടുകയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന രസമാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെടുന്നത് ആരാണ്? നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ആരാണ് സ്നാനം കഴിപ്പിക്കുന്നത്? നമ്മള്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലജാതികളെ ഉപദേശിച്ചും കൊണ്ട്. ആരാണ് ഉപദേശിക്കുന്നത്? നമ്മള്. സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആരാ ചെയ്യുന്നത്? ശിഷ്യരാക്കുന്നത് നമ്മള്. പണിയെല്ലാം ചെയ്യേണ്ടത് ആരാ? നമ്മള്. ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പണിയുടെ ലിസ്റ്റ് തന്നിട്ട് പോയി ചെയ്തേച്ച് വരാൻ പറയുകയല്ല യേശു ചെയ്യുന്നത്. നമ്മുടെ കൂടെ വരിക. അതാണ് യേശുവിന്റെ പ്രത്യേകത. അതാണ് ഏറ്റവും വലിയ പ്രോമിസ്. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം പണിയുടെ ലിസ്റ്റ് തന്നേച്ച് ചെയ്തേച്ച് വരാൻ പറയും, ഇല്ലേ? അതല്ലേ സാധാരണ രീതി ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന അതാണ്. ഒരു പണിയുടെ ലിസ്റ്റ് കൊടുക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലിസ്റ്റ് കൊടുക്കുന്നു, പോയി ചെയ്തേച്ചു വാ, പൈസ വല്ലതും വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്തു. ഇതൊക്കെ നമ്മൾ പറയത്തുള്ളൂ. കൂടെ പോകുന്നില്ല. ഞാനാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ, മിഷന്റെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും?
മോനെ അത് ചെയ്തേര്, ഇത് ചെയ്തേര്, നീ നിന്നെ കാര്യങ്ങൾ ചെയ്തേര്, പിന്നെ കാശ് വേണോ എടുത്തോ, ഇത്രയൊക്കെ പറയും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടെ പോകുന്നില്ല. പക്ഷെ യേശു അങ്ങനല്ല. യേശു ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താ, കൂടെ പോരുക. അവന്റെ ഡിവൈൻ പ്രസൻസ്, ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് തിങ്. പ്രിയമുള്ളവരെ, അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. നമുക്ക് അതിമഹത്തായ ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനോ ലോകാവസാനത്തോളവും നിങ്ങളോട് കൂടെയുണ്ട്. അത് ലോകാവസാനം നമ്മുടെ പണിയുടെ കാര്യത്തിൽ മാത്രമല്ല, കഷ്ടതയുടെ കാര്യത്തിലോ. കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നെന്നാണ് പറയുന്നത്. ഏറ്റവും അടുത്ത തുണ. ജോണി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ജോണി എറിക്സന്റെ പുസ്തകം. ആ ജോണിയുടെ പുസ്തകം ഒരു ഡൈവിംഗ് ആക്സിഡന്റില് കംപ്ലീറ്റ്ലി പാരലൈസ്, ക്വാഡ്രിപ്ലജിക് ആയിട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയ ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ച ഇതുപോലുള്ള ഒത്തിരി പേര്, അത് ധാരാളം പല എഡീഷൻസ്, ഐ തിങ്ക് മെനി എഡീഷൻസ് അത് ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ച ഒത്തിരി പേര്, കഷ്ടതയിലൂടെ പോകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി ഓർ യുനോ, ഈ ഞങ്ങളും ജോണിയും തമ്മിലുള്ള ഡിഫറൻസ് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളും തളർന്ന ക്വാഡ്രിപ്ലജിക് ആയിട്ടുള്ള ആളുകളും അത് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര് അത് വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, സർ, ദ ഡിഫറൻസ്, നൗ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ ഗേൾ ജോണിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. ജോണിയും കഷ്ടത അനുഭവിച്ചു, ഞാനും കഷ്ടത അനുഭവിച്ചു. പക്ഷെ ഞാൻ കഷ്ടത അനുഭവിച്ച ഒറ്റയ്ക്കായിപ്പോയി. ജോണി കഷ്ടത അനുഭവിച്ചപ്പോൾ അവളുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി, ഈ കഷ്ടതയിൽ സന്തോഷത്തോടെ പുഞ്ചിരിക്കാൻ കഴിയണമെങ്കിൽ എന്റെ കൂടെ യേശു വേണം. ഹല്ലേലൂയ. ആർക്കാ കഷ്ടതയില്ലാത്തത്? വിശ്വാസിക്കും കഷ്ടതയുണ്ട്, അവിശ്വാസിക്കും കഷ്ടതയുണ്ട്. വിശ്വാസിക്കും ആക്സിഡന്റ് വരും, അവിശ്വാസിക്കും ആക്സിഡന്റ് വരും. വിശ്വാസിയും മാനസിക സമ്മർദ്ദങ്ങളിൽ പെടും, അവിശ്വാസിയും മാനസിക സമ്മർദ്ദങ്ങളിൽ പെടും. പക്ഷെ വിശ്വാസിയും അവിശ്വാസിയും ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസി പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുന്നു, അവിശ്വാസി പ്രാഗിക്കൊണ്ട് കാര്യങ്ങളെ നേരിടുന്നു. എന്തുകൊണ്ട്? അങ്ങനെ ആയിരിക്കണം, അങ്ങനെ അല്ല ഇപ്പൊ പലപ്പോഴും. എന്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടാൻ നമുക്കും ശപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നേരിടാൻ ഒരു അവിശ്വാസിയും ചെയ്യുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അവരൊറ്റയ്ക്കായി ഇത് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല. അവർ ജീസസ് ഈസ് വിത്ത് അസ്. നമ്മുടെ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും നിരാശാജനകമായ ഒരു വാക്യം ഉണ്ടെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു വാക്യമുണ്ട്, ദേ ഹാവ് നോ കംഫർട്ടർ. സഭാപ്രസംഗിൽ പറയുന്നുള്ളൂ, അവർക്കൊരു ആശ്വാസപ്രദൻ ഇല്ല. ജെറമ്യയുടെ ബുക്കിൽ വിലാപങ്ങളിലുള്ള ഒരു വാക്കാണ്, രണ്ടിടത്ത് പറഞ്ഞുള്ള വാക്കാണ്. ദേ ഹാവ് നോ കംഫർട്ടർ. ലോകത്തിലെ ഏറ്റവും പ്രയാസമായിട്ട് ദുഃഖകരമായിട്ടുള്ള ഒരു വാക്യം ഞാൻ വേദപുസ്തകത്തിൽ കണ്ടുപിടിച്ചതാണ്. ദേ ഹാവ് നോ കംഫർട്ടർ. അവർക്കൊരു ആശ്വാസപ്രദനില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യേകത അതല്ല. അവർക്ക് ആശ്വാസപ്രദനില്ല. അവരും പ്രതിസന്ധിയിലാണ്, നമ്മളും പ്രതിസന്ധിയിലാകുന്നു. പക്ഷെ നമുക്ക് ആരുണ്ട്? ഒരു ആശ്വാസപ്രദനുണ്ട്. അതാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പ്രോമിസ് എന്ന് പറയുന്നത്. ഡിവൈൻ പ്രോമിസ്, ദ ഡിവൈൻ പ്രസൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നാളെ പ്രതിസന്ധി മാറുമോ ഇല്ലയോ എന്നുള്ളത് പോലും അല്ല വിഷയം. അതിനപ്പുറത്ത് ഈ പ്രതിസന്ധി നിങ്ങൾക്ക് യേശു ഉണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഈ അസെൻഷന്റെ ഒരു പിക്ചർ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു പിക്ചർ കാണിച്ചിട്ട് അതിന്റെ താഴെ ഈ വാക്യം ഏതാണ്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന വാക്യം എഴുതിയിടുന്ന ഒരു പിക്ചർ ഒരു യഹൂദ റബി കണ്ടിട്ട് പറഞ്ഞ ഒരു വാചകം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഓ, യുവർ മെസ്സയ ഈസ് ഓൾവേസ് വിത്ത് യു, ദാറ്റ്സ് വണ്ടർഫുൾ. നിങ്ങളുടെ മെസ്സിഹ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ, അത് അത്ഭുതമായിരിക്കുന്നു. അതാണ് നമ്മുടെ മെസ്സിഹയുടെ പ്രത്യേകത. എന്താണ്? അവർ ലോർഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മുടെ മശിഹ നമ്മുടെ കൂടെ എന്നും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലാണ്. അവന്റെ സാന്നിധ്യമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രോമിസ് അവൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ? അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, അവൻ എന്റെ കൂടെ നടന്ന്, കൂടെ ഇരുന്ന്, കൂടെ താമസിച്ച്, കൂടെ വസിച്ച് എന്നെ അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയാക്കുകയാണ്. ഹല്ലേലൂയ. അതിമഹത്തായ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദിവ്യ സ്വഭാവം നിങ്ങളുടെ സ്വന്തമാക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവൻ നമ്മുടെ കൂടെ ഇരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, യേശു എന്റെ കൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പറയണം, എന്റെ യേശുവേ, നീ എന്റെ കൂടെ ഇരിക്കണേ. യേശു ഇമ്മാനുവേലായിരിക്കണം. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാ. ആർക്കെങ്കിലും ഇമ്മാനുവേലായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പറ, കർത്താവേ, നീ ഇമ്മാനുവേലായിട്ട്. എന്താണ് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ? ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ എന്നുള്ളത് മാറ്റിയിട്ട് ദൈവം എന്നോടുകൂടെ. ക്യാൻ യു സേ? എല്ലാവരും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ, ദൈവം എന്നോടുകൂടെ.
ദൈവം എന്നോടുകൂടെ, ദൈവം എന്നോടുകൂടെ, ദൈവം എന്നോടുകൂടെ. ഹല്ലേലൂയ. അവന്റെ ഡിവൈൻ പ്രസൻസ് അത് നമ്മൾ അനുഭവിക്കണം. അവൻ ഇമ്മാനുവേലായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ഒറ്റയ്ക്കല്ല. കനീസേ, ഞാൻ ഒറ്റയ്ക്കല്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന്റെ സാന്നിധ്യം അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അവൻ ഇമ്മാനുവേൽ, അതാണ് ദിവ്യമായ വാഗ്ദത്തങ്ങൾ. അവന്റെ സാന്നിധ്യം, അവനെന്റെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അവന്റെ സ്വഭാവത്തിൽ വളരുന്നത്. ദൂരെ ഇരുന്ന് വായിച്ചു മനസ്സിലാക്കുകയല്ല, പ്രത്യുത എന്റെ കൂടെ നടന്ന് അവന്റെ സ്വഭാവത്തിൽ അവൻ എന്നെ വളർത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റൊരു വലിയ വാഗ്ദത്തങ്ങൾ എത്രയുണ്ട് നമുക്ക് പറയാൻ പോലും പറ്റാത്ത പോലെ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ കൊണ്ട് വേദപുസ്തകം നിറഞ്ഞിരിക്കുകയാണ്. എങ്കിലും അവന്റെ സ്വഭാവത്തിൽ വളർത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്, ചില വാഗ്ദത്തങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് വലിയൊരു വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ കർത്താവ് നമ്മളോട് പറയാണ്, ഇതിന്റെ 49 വാക്യം, വേഴ്സ് 49 നമ്മൾ എന്താ കാണുന്നത്? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയർത്തുന്ന ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ, പിതാവിന്റെ വാഗ്ദത്തമാണ്. യേശു പറയാണ്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ആരാണത്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവന്റെ സ്വഭാവത്തിൽ വളരുവാൻ ഇതുപോലെ മറ്റൊരു ഏജന്റ് ഇല്ല. അനദർ ഏജന്റ്, അനദർ കംഫർട്ടർ, അനദർ കൗൺസിലർ. നമ്മളെ കർത്താവിന്റെ സ്വഭാവത്തിൽ വളർത്തുന്നതിന് നമ്മൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അത് ആ സ്വഭാവത്തിന്, ഇപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 14 അധ്യായത്തിൽ ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള മെസ്സേജസിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനത് ഓരോന്നായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന്റെ 15 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ് ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ and he will send you another counselor to be with you forever. നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് അവൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് എന്നേക്കും അയച്ചു തരും. എന്തിനാണെന്ന് മോളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ കൽപ്പന പ്രമാണിക്കാൻ എനിക്ക് സ്വാഭാവികമായി ശക്തിയില്ല, പക്ഷേ സ്നേഹമുണ്ട്. നമുക്കെല്ലാം കർത്താവിന്റെ കൽപ്പന അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ട്, എല്ലാവർക്കും സ്നേഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. We are unable to obey the commandments of the Lord because of our infirmities. But what happens? Jesus is promising the Holy Spirit. എന്തിനാ? കൽപ്പന പ്രമാണിക്കാൻ എനിക്ക് ശക്തിയില്ലാതിരിക്കുമ്പോൾ എന്നെ കൈപിടിച്ച് അവന്റെ കൽപ്പനകളിലൂടെ നടത്താൻ, അവരുടെ സകല സത്യത്തിലും എന്നെ വഴി നടത്താൻ ഒരു ഏജന്റായിട്ട് അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത്, ദൈവ സ്വഭാവത്തിൽ വളരാൻ എന്നെ സഹായിക്കുന്നത് ഒന്ന്, അവന്റെ പ്രസൻസ്. പ്രോമിസസ്, എന്തൊക്കെ പ്രോമിസസ്, നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. പ്രോമിസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ വാഗ്ദത്തങ്ങൾ. ഒരു വാഗ്ദത്തം എന്താണ്? ആദ്യത്തെ വാഗ്ദത്തം എന്താ നമ്മൾ പറഞ്ഞത്? അവന്റെ സാന്നിധ്യം. അവൻ ഇമ്മാനുവേലാണ്. അവൻ എന്റെ കൂടെ നടന്ന്, കൂടെ ഇരുന്ന്, കൂടെ വസിച്ചുകൊണ്ട് അവന്റെ സ്വഭാവത്തിൽ എന്നെ വളർത്തുകയാണ്. എന്റെ ബലഹീനതകൾ എന്നെ സഹായിക്കാൻ അടുത്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റിന് നൽകിയിരിക്കുക. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്താണെന്നറിയാമോ? എനിക്ക് അവന്റെ സ്വഭാവത്തിൽ വളരാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ലോകം അവനെ കാണുകയോ അറിയോ ചെയ്യാൻ അവനെ ലഭിക്കാൻ കഴിയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും. He will be with you and dwell in you. അവൻ നിങ്ങളുടെ കൂടെ നടക്കുകയും ചെയ്യും, നിങ്ങളുടെ ഉള്ളിലിരിക്കുകയും ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പല ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ ബഹുമാനിതനായ ഒരാൾ നടക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു നടക്കത്തില്ല. നമുക്കെപ്പോഴും എന്താണ് നമ്മളുടെ ചിന്ത മുഴുവൻ എന്താ? അദ്ദേഹത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന്. ഞാനിവിടെ ജേർണലിസ്റ്റിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ എന്ന് പറയുന്നത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറാ. കൃഷ്ണൻകുട്ടി സാറ് ഞാനും കൂടെ ഒരു പ്രാവശ്യം കോട്ടയത്തിന് പോയപ്പോൾ ട്രെയിനിൽ കോട്ടയത്ത് ഇറങ്ങുക, മനോരമയിലോട്ട് പോകുന്ന വഴിയാ. അപ്പം കൃഷ്ണൻകുട്ടി സാർ എന്നോട് ചോദിച്ചു, എടോ സാജു തനിക്ക് കോട്ടയമൊക്കെ പരിചയമുണ്ടോ? ഉണ്ട് സാറേ. എടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നമുക്ക് കഴിക്കണം സാർ. എടോ തനിക്ക് ഹോട്ടലൊക്കെ അറിയാമോ? അറിയാം സാർ.
അപ്പൊ ഞാൻ ഭയങ്കര ബഹുമാനത്തോട് ഇറങ്ങാൻ തന്നെ പുള്ളി പറഞ്ഞു, ഹലോ ഓർത്തോണം നമ്മൾ പട്ടണാണിട്ടാ, ഓർത്തോണം നമ്മൾ പട്ടണാണിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് വേറെ നോൺ വെജ് ഹോട്ടലിലൊന്നും കൊണ്ടുപോകരുത്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഒരിക്കലില്ല സാർ. അപ്പൊ അന്നത്തെ ഏറ്റവും നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ കൊണ്ടുപോയി ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് പൊറോട്ടായും ഇറച്ചിയും തിന്നണമെന്ന് തോന്നിയാൽ പോലും, എനിക്ക് അങ്ങനെ വലിയ മോഹമൊന്നുമില്ല, എന്നാലും ഞാൻ അന്നേരം അത് കഴിക്കാൻ പോകുമോ? ഇല്ല. എന്തുകൊണ്ടാ? എന്റെ ഇഷ്ടത്തെക്കാളും എന്റെ നാവിന്റെ ടേസ്റ്റിനേക്കാളും ഒക്കെ വലുതാണ് എനിക്ക് എന്റെ സാറിനെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് ചിലപ്പം ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചു. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ലൈക്ക് ഇറ്റ്, ബട്ട് വാട്ട് ഐ സേ, അവിടെ എന്റെ ഇഷ്ടത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞാൻ ഒരിക്കലും മനസ്സിൽ പറയത്തില്ല, ഓ ഇയാള് വന്ന് കയറിയതുകൊണ്ട് രാവിലെ എനിക്കൊരു പൊറോട്ട ഇറച്ചി തിന്നാൻ പോലും പറ്റുകയെന്ന് ഞാൻ പറയുമോ? ഇല്ല. എന്തുകൊണ്ടാ? എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. കാര്യം എനിക്ക് എന്റെ സാറിനെ പ്രസാദിപ്പിക്കണം. ഇതുപോലെയാണ് ഹോളി സ്പിരിറ്റ് കൂടെ നടന്നാൽ. ഹോളി സ്പിരിറ്റ് കൂടെ നടന്നാൽ പിന്നെ ഹോളി സ്പിരിറ്റിന് ഇഷ്ടമുള്ള കാര്യമേ ഞാൻ ചെയ്യത്തുള്ളൂ. കാര്യം എനിക്ക് എന്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോകാൻ ഒരു മോഹവുമില്ല. കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. ഞാൻ ചിലർ കടത്തി പറഞ്ഞാൽ പൊറോട്ട ഇറച്ചി എനിക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ അങ്ങനല്ല, അങ്ങനെ ആണെങ്കിൽ ദോശയും സാമ്പാറും കൂടെ തിന്നുമ്പോഴും എനിക്ക് വേണമെങ്കിൽ പൊറോട്ട ഇറച്ചിയും സ്വപ്നം കാണാൻ പറ്റും, ഇല്ലേ? പക്ഷേ എന്റെ ഉള്ളിലൂടെ കയറിയിരിക്കുകയാണെങ്കിലോ അതുപോലും പറ്റത്തില്ല. എന്റെ ചിന്തകളെ പോലും പരിശുദ്ധാത്മാവ് പ്യൂരിഫൈ ചെയ്യും. എന്റെ പ്രവൃത്തിയെ മാത്രമല്ല, എന്റെ ചിന്തകളെ പോലും പരിശുദ്ധാത്മാവ് പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അവന്റെ അതിമഹത്തായ പ്രോമിസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ അവന്റെ ദിവ്യ സ്വഭാവത്തിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും നീ ചെയ്യില്ല. പരിശുദ്ധാത്മാവ് കൂടെ നടക്കുക മാത്രമല്ല, ഹി വിൽ ബി ഇൻ യു ആൻഡ് ഡ്വെൽ വിത്ത് യു. നിന്റെ കൂടെ നടക്കുകയും നിന്റെ ഉള്ളിലിരിക്കുകയും ചെയ്യാണ്. എന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്റെ ചിന്തകളിൽ പോലും ഒരു പാളിച്ച ഉണ്ടാകാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തുകൊണ്ടാ? എന്റെ ഒരു ചിന്ത പോലും ഹോളി സ്പിരിറ്റിനെ ദുഃഖിപ്പിക്കരുത് എനിക്ക് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഐ അഡ്വൈസ് യു, ഐ എക്സോർട്ട് യു ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ബി ഇൻ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറട്ടെ. പരിശുദ്ധാത്മ നിറവ് നിങ്ങൾ പ്രാപിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന നിങ്ങളൊന്ന് അനുഭവിച്ചറിഞ്ഞാട്ടെ. ആത്മാവിനോട് കൂടെ നിങ്ങൾ നടക്കണം. ആത്മസ്നാനം പ്രാപിക്കണം. ആത്മാവിന്റെ കൂടെ നടക്കണം. ആത്മനിറവ് പ്രാപിക്കണം. ആത്മാവിനാൽ ചുറ്റപ്പെട്ടവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ 7 അയലത്തുക്ക് പോലും ലോകത്തിന്റെ ചിന്തകൾ കടന്ന്, നമ്മൾ ഒരു മലയാള ഫ്രേസ് ആണല്ലോ, 7 അയലത്ത് പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ വിത്ത് ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ കൂടെയാണ്, ആത്മാവ് പുറത്താണ്, ആത്മാവ് ഉള്ളിലാണ്. അങ്ങനെ ഒരു സ്റ്റേജാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്തായി തീരും? നമ്മൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും.